സംഘടിക്കുമ്പോഴാണ് സഭയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടി വന്നത് ഇതാണ്: ഒരു സർക്കസ് കമ്പനി. അതിൽ ലയൺസും അല്ലെങ്കിൽ പുലികളൊക്കെയാണ് നമ്മൾ. എങ്കിൽ ഈ സർക്കസ് കമ്പനി പൂട്ടാനിട വന്നു കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ നമുക്ക് സർവേ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് ആകും. അപ്പോഴും നമ്മൾ എന്തായിരിക്കുന്നവോ അത് നമ്മുടെ സഭയാണ് നമുക്ക് നൽകുന്നത് എന്നുള്ള ചിന്ത. ഇങ്ങനെയുള്ള ഗ്യാതറിങ്ങുകളാണ്, ഇങ്ങനെയുള്ള സോണൽ ഗ്യാതറിങ്ങുകളാണ് നമുക്ക് പലപ്പോഴും നൽകുന്നത്. അതുകൊണ്ട് ഈ സോണൽ ഗ്യാതറിങ്ങിന് അതിൻ്റെതായ പ്രസക്തിയുണ്ട്. പ്രൊവിൻഷ്യൽ പലപ്പോഴും നമ്മളോട് കൂടെ കൂടെ ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നതാണ് സോണൽ ഗ്യാതറിങ്. അദ്ദേഹത്തിൻ്റെ ഒറ്റ നിർബന്ധ ബുദ്ധിയാണ് സോണൽ ഗ്യാതറിങ്ങൾ ഇടവിടാതെ നടത്തണം, എല്ലാവരും ഒത്തുചേരണം. ഇങ്ങനെയുള്ള ഒത്തുചേരലാണ് പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നത് നമ്മളൊക്കെ സഭയുടെ ഉള്ളിൽ നിൽക്കുമ്പോഴാണ് നമ്മുടെ പുലികളും സിംഹങ്ങളും ഒക്കെ ആകുന്നത്. അപ്പോൾ ഇതൊരു അമുഖമായി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. പ്രൊവിൻഷ്യൽ തന്നെയാണ് ഇന്നത്തെ ഈ സോണൽ ഗ്യാതറിങ്ങളിൽ ആനിമേഷൻ ടോക്ക് നയിക്കുന്നത്. ലീഡിങ് ഫ്രം ദി എക്സാമ്പിൾ, അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നയിക്കുക എന്നൊക്കെ പറയുന്നത് ഇത് തന്നെയാണ്. ഇന്ന് നമ്മൾ സഭയുടെ പ്രത്യേകമായിട്ട് ഈ 200 വർഷത്തെ ആഘോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് 2ാമത്തെ വർഷം നമ്മൾ എടുത്തിരിക്കുന്ന തീം ഫാമിലി, യൂത്ത് ആൻഡ് ചിൽഡ്രൻ എന്നുള്ള തീമാണ്. ഈ തീമിനെ ബേസ് ചെയ്തുകൊണ്ട് ഒരു പുസ്തകം തന്നെ ഇവിടെ നമ്മുടെ പക്കലുണ്ട്, നമ്മളെല്ലാവരും വായിച്ചു കാണും. അതിനെ ആസ്പദമാക്കിക്കൊണ്ട് ബഹുമാനപ്പെട്ട പ്രൊവിൻഷ്യൽ അച്ഛൻ ഇന്ന് ആദ്യത്തെ 3 ചാപ്റ്റർ നമുക്ക് സന്ദേശം പകർന്നു തരികയാണ്. തീർച്ചയായിട്ടും പ്രൊവിൻഷ്യൽ അച്ഛൻ്റെ ഈ മഹനീയമായ സാന്നിധ്യവും അതോടൊപ്പം തന്നെ നേതൃത്വ പാഠവും ഒക്കെ നമുക്ക് അനുകരിക്കാവുന്നതാണ്, നമുക്ക് എല്ലാവർക്കും മാതൃകയുമാണ്. ഈ പ്രൊവിൻസിനെ നയിക്കുകയും അതോടൊപ്പം തന്നെ സഭാംഗങ്ങളെ എല്ലാവരും കരുതലോടുകൂടി സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രൊവിൻഷ്യൽ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടുകൂടി ഈ ഗ്യാതറിംഗിലേക്ക് സ്വാഗതം.